ഗ്രാമത്തിലെ നായർ കുടുംബത്തിലെ സ്വാധ്യായ പാടിക്കുറ്റിയമ്മ ഈശ്വരഭക്തിയിൽ ആരെയും വെല്ലുന്നവരായിരുന്നു. സൽപ്രവൃത്തികളും ദേവാരാധനയും ദിനചര്യയ്ക്കായിട്ടുള്ള അവർക്ക് സമ്പത്തും സൽപ്പേരും വേണ്ടുവോളം ഉണ്ടായിരുന്നു. എന്നാൽ സന്താന ഭാഗ്യം ലഭിക്കാത്ത അവർ എന്നും ദുഃഖിതയായിരുന്നു. അവരും ഭർത്താവും ദേവീ ദേവന്മാരെ വിളിച്ച് എന്നും പ്രാർത്ഥിക്കും, ഓമനിച്ച് വളർത്തുവാൻ ഒരു ഓമൽ കുഞ്ഞിന് വേണ്ടി. ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ഒരു നാൾ കുളിച്ച് ഈറിനായി ചുണ്ടിൽ ഈശ്വരനാമവുമായി വീട്ടിലേക്ക് മടങ്ങുന്ന അവൾ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടു. വഴിയോരത്തെ കുറ്റിക്കാട്ടിൽ എവിടെ നിന്നാണ് ഒരു ശിശു എത്തിപ്പെടുക? തോന്നലാണെന്ന് കരുതിയപ്പോഴേക്കും വീണ്ടും കേൾക്കാൻ കരച്ചിൽ. അവൾ ആ കുറ്റിക്കാടിനകത്തേക്ക് ചെന്നു. പൊന്നിൻ കട്ടി പോലെ ചന്തമാറുന്ന ഒരു കുഞ്ഞ് കൈകാലിളക്കി കരയുന്നു. ഒട്ടും മടിച്ചില്ല. വെക്കം ചെന്ന് അവർ ആ പൈതലിനെ കോരിയെടുത്തു. വാത്സല്യപൂർവ്വം മാറോടെ എടുക്കി. കുഞ്ഞ് കരച്ചിൽ നിർത്തി. അവരുടെ മാറിൽ പറ്റിക്കിടന്നു. അവൻ്റെ ഓരോ പുഞ്ചിരിയും അവർക്ക് പൂക്കാലമായി. അവൻ്റെ ഓരോ അനക്കവും കളിയും അവർക്കുത്സവവുമായി. ഒന്നിനും ഒരു കുറവുമില്ലാതെ അവർ വളർന്നു വന്നു. വലുതാകും തോറും അവൻ വീട്ടിൽ ചെലവാക്കുന്ന സമയം കുറഞ്ഞു കുറഞ്ഞു വന്നു. പിന്നെ പിന്നെ അവനെ കാത്തിരിക്കലായി പാടിക്കുറ്റിയമ്മയുടെ ആഹ്ലാദം. അവരവനെ സന്തോഷത്തോടെ കാത്തിരുന്നു. എന്തു വെച്ച് വിളമ്പിയാലും ആ അമ്മയ്ക്ക് മതിയായില്ല. മകൻ പഠിച്ച് വലിയ ആളാകുമെന്ന് അച്ഛനമ്മമാർ ആഗ്രഹിച്ചു. എന്നാൽ അമ്പും വില്ലുമായിരുന്നു അവൻ്റെ പഠനോപകരണങ്ങൾ. പോകെ പോകെ മകൻ്റെ രീതികൾ അവരെ വിഷമിപ്പിച്ചു. താണജാതിക്കാരുമായിട്ടാണ് കൂട്ടുകെട്ട്. കണ്ടിടത്തെല്ലാം നടന്നു, കിട്ടിയതൊക്കെ തിന്നു. മകൻ്റെ സ്വഭാവം അച്ഛന് തീരെ ഇഷ്ടപ്പെടാതെയായി. അന്നൊരു നാൾ അവൻ വന്നു കയറിയത് പാതിരായ്ക്കായിരുന്നു. വാതിൽ മുട്ടും കേട്ട അമ്മ സന്തോഷപൂർവ്വം വാതിൽ തുറന്നു. പെട്ടെന്ന് അവർ അകർന്നു മാറി. എന്തോ ഒരു മണം. കാലുകൾ ഇടറുന്നുണ്ട്. മകൻ മദ്യപിച്ചിരിക്കുന്നു. അന്ന് അവൻ ഒന്നും കഴിക്കാതെ പോയി കിടന്ന് അന്ന് രാത്രി ആ അമ്മയ്ക്കും ഉറക്കമുണ്ടായില്ല. എങ്ങനെ വളർത്തിയ മകനാണ്! എന്തെല്ലാം ആശ്രകളായിരുന്നു! ഈശ്വര, അവന് നേർഗതി നോക്കണേ. അവർ അകമുരുകി പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. മറ്റൊരു നാൾ രാത്രി മകൻ വന്ന് കയറിയതും അസഹ്യമായ ഒരു നാറ്റം അവിടെ പരന്നു. എന്തൊരു നാറ്റം! എന്താണ് ഉണ്ണിയത്? അമ്മ മൂക്ക് പൊത്തി മാറി നിന്നു. അത് മീൻ ചുട്ടതിൻ്റെ മണമാണ്. അവർ അമ്പരന്ന് നിന്നു. തങ്ങളുടെ കുലത്തിൽ വളർന്നിട്ടും കാട്ടുജാതികളുടെ കൂടെ നടന്ന് മീൻ ചുട്ട് തിന്നിരിക്കുന്നു. അവർക്ക് അസഹ്യമായ ദുഃഖം തോന്നി. അന്നത്തെ നാട്ടുമര്യാദകൾ അനുസരിച്ച് മേൽജാതിയിലെ കുട്ടികൾ ഇങ്ങനെ നടക്കുന്നത് ഏറെ മോശമായിരുന്നു. നാട്ടുകാർ പറഞ്ഞു തുടങ്ങി. അച്ഛനാണെങ്കിൽ മകന്റെ രീതികൾ മടുത്തു കഴിഞ്ഞിരുന്നു. വേട്ടയാടി നടക്കലും മീൻ ചുട്ട് തിന്നലും പതിവായി. മദ്യപാനം അവന്റെ ശീലങ്ങളിൽ ഒന്നായി. ഒരു നാൾ അർദ്ധരാത്രി മദ്യപിച്ചിടറിയ കാലുകളോടെ വീട്ടിലേക്ക് കയറി വന്ന മകനോട് അച്ഛൻ പൊട്ടിത്തെറിച്ചു. കാട്ടുജാതിക്കാരുടെ കൂടെ കുടിച്ചു കൂത്താടി വന്നിരിക്കുന്നു, കടന്നുപോയി ഇവിടുന്ന്. അമ്മ പൊട്ടിക്കരഞ്ഞുപോയി. മകനൊന്നും മിണ്ടാതെ തൻ്റെ മുയറയിൽ കയറി വാതിലടച്ചു. നീറുന്ന നെഞ്ചോടെ പാടിക്കുറ്റിയമ്മ തേങ്ങി തേങ്ങിക്കൊണ്ട് തൻ്റെ മുറിയിൽ കിടന്ന അവർ ഉറങ്ങുവാനുമായില്ല. അവർ പലതവണ മകൻ്റെ ആ വാതിൽക്കൽ ചെന്ന് മുട്ടി. ഒന്നും കഴിക്കാതെയാണ് അവൻ കിടക്കുന്നത്. പക്ഷേ വാതിൽ തുറന്നില്ല. ആ അമ്മ ഉറങ്ങാതിരുന്നു. നേരം പുലർന്നു. അല്പം കഴിഞ്ഞപ്പോൾ മകൻ്റെ മുറിയിൽ എന്തോ അനങ്ങുന്നത് പോലെ. അമ്മയും അച്ഛനെയും അങ്ങോട്ട് ചെന്നു. വാതിൽ പതുക്കെ അനങ്ങുന്നു. വാതിലിൻ്റെ വിടവിൽ വെളിച്ചം. വാതിൽ താനെ അവർക്ക് മുന്നിലേക്ക് തുറന്നു. അവർ തരിച്ചു നിന്നുപോയി. മകൻ്റെ അറയിൽ അവൻ്റെ കട്ടിലിൽ ഒരു ദിവ്യരൂപം ഇരിക്കുന്നു. ആ രൂപം അവർക്ക് മുന്നിൽ നിവർന്നു നിന്നു. ശോഭയാർന്ന മുഖം, ഇടത് കൈയിൽ മിന്നിത്തിളങ്ങുന്ന വില്ല്, വലത് കൈയിൽ ശരം, തലയിൽ പൊൻകിരീടം, കൈകളിൽ വളകൾ, കാലിൽ തളകൾ. ആ തേജോമയൻ അവരെ നോക്കി പുഞ്ചിരിച്ചു. അകം കൊണ്ടെന്നെ ആറ്റുനോറ്റു പോറ്റിയ പാടിക്കുറ്റിയമ്മേ, ഈ പൊന്നുമോൻ അമ്മയ്ക്കെന്നും പൊന്മകൻ. ഇത്രയും പറഞ്ഞ ആ ദിവ്യരൂപം അമ്മയെ നമസ്കരിച്ചു. നിറഞ്ഞ കണ്ണുകൾ തുടച്ച് അമ്മ മകനെ അനുഗ്രഹിച്ചു. പുറത്തെ പൊൻവെയിലിൽ മകൻ അലിഞ്ഞു പോകുന്നത് നോക്കി പാടിക്കുറ്റിയമ്മ തരിച്ചു നിന്നു. തേജോരൂപം കാടും മേടും കിടന്ന് കുന്നത്തൂർ പടിയിലെത്തി. 36 ആണ്ട് തപശ്ചര്യയിലാണ്ടു. ഒരു നാൾ മലഞ്ചെരുവിലെ മധുമൻ പനിയിൽ കയറി മധു കുടിക്കുന്ന വൃദ്ധനെ കണ്ട് ചെത്തുകാരൻ ചന്ദന് അരിശം കയറി. കള്ള് കവർന്ന് കുടിക്കുന്നവനെ ശരമെയ്ത് കൊല്ലുവാൻ ചന്ദൻ വില്ലുകുലച്ചു. അത്ഭുതം! ചന്ദൻ ഒരു കരിമ്പാറയായി. നിലവിളിച്ചോടി വന്ന ചന്ദന്റെ പെണ്ണ് വെള്ളത്താടി മീശയുള്ള ദിവ്യരൂപത്തെ അകന്നൊന്ന് വിളിച്ചു. എൻ്റെ മുത്തപ്പ, എൻ്റെ നോവാറ്റണേ. കരളളിഞ്ഞ കരുണാമയൻ ചന്ദന് പൂർവ്വരൂപം നൽകി. ചന്ദൻ തൻ്റെ അറിവില്ലായ്മ പൊറുക്കുവാൻ അപേക്ഷിച്ചു. തനിക്കെന്നും കള്ളും മീനും നിവേദ്യമൊരുക്കുവാൻ ചന്ദനെ ഏൽപ്പിച്ച് മുത്തപ്പൻ മറഞ്ഞു.
അയ്യങ്കരമനയിൽ മരണശലിയിൽ കിടക്കുന്ന അയ്യപ്പന്റെ എരയിലേക്കിരുന്ന പാടിക്കുറ്റിയമ്മ ദീനം ദീനം കരഞ്ഞു. പാടിക്കുറ്റിയമ്മയുടെ മുന്നിൽ മുത്തപ്പനെത്തി. പൊന്മകനെ തിരിച്ചറിഞ്ഞ പാടിക്കുറ്റിയമ്മ അവനെ ആശ്ലേഷിച്ചു. മാതാവിന്റെ കണ്ണീരൊപ്പി അവർ അവനെ മെത്തയിൽ കിടത്തി. ഞൊടിയിടയിൽ അച്ഛനമ്മമാരുടെ ശരീരങ്ങൾ വെളുത്ത പുകയായി. മനയിൽ കൂടി നിന്നവർ കൈകുകുപ്പിക്കുകയും ചെയ്തു. മുത്തപ്പൻ എരിഞ്ഞടങ്ങിയ മാതാപിതാക്കളുടെ ചുടലച്ചാരം കയ്യിലുമേലും പൂശി പുഞ്ചിരിയോടെ കൂടി നിൽക്കുന്നവരോട് പറഞ്ഞു, മുത്തപ്പൻ നാട്ടുവര ഭയദൈവമായി മാറിപ്പെടും. നല്ലമ്മ പാടിക്കുറ്റി മുത്തപ്പനോടൊപ്പം ദേവതയായി വിളങ്ങും. ഭക്തന്മാർക്ക് അനുഗ്രഹം ചൊരിഞ്ഞ് അന്തരീക്ഷത്തിൽ മറഞ്ഞ മുത്തപ്പനെ അവർ തെയ്യക്കോലമായി കെട്ടിയാടി. തന്റെ ദിവ്യ ചൈതന്യം പ്രസരിപ്പിച്ചുകൊണ്ട് വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന ഉപാസനമൂർത്തിയായി മുത്തപ്പനെ ഭക്തർ ആരാധിക്കുന്നു.